ബഹുമാനപ്പെട്ട ആദരണീയനായ നഗര പിതാവ് ശ്രീ വി രാജേഷ് മേയർ അവർകൾ അറിയാൻ സോറി ടു സേ ഇങ്ങനെ പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. മാറാത്തത് മാറും എന്ന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വലിയ പ്രചരണം നൽകിയാണ് 35 വർഷത്തെ ഭരണം അവസാനിപ്പിച്ചുകൊണ്ട് തിരുവനന്തപുരത്ത് BJPക്ക് അധികാരം കിട്ടുന്നത്. 35 അല്ലല്ലോ, കൂടുതലുണ്ട്. 35-ൽ കൂടുതൽ വർഷങ്ങളുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം പഴവങ്ങാടി, തിരുവനന്തപുരം കിഴക്കേക്കോട്ട പഴവങ്ങാടിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെടുത്തി, വെള്ളപ്പൊക്കമൊന്നും പറയാനില്ല, കാരണം 2-3 മണിക്കൂറേ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളക്കെട്ടുമായി ബന്ധപ്പെടുത്തി അങ്ങ് ചാനലുകളോട് ചില പ്രസ്താവനകൾ നടത്തി. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്നൊരു സ്ഥാപനമുണ്ട്. പിന്നെ അതിൻ്റെ SIRD എന്ന് കൊട്ടാരക്കലെ സ്ഥാപനമുണ്ട്. നിർഭാഗ്യവശാൽ കോർപ്പറേഷനിലെ ആളുകളെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കാൻ, പ്രത്യേകിച്ച് മേയറെ പോലുള്ള ആളുകളെ സീരിയസ് ആയിട്ട് പഠിപ്പിക്കാനുള്ള സംവിധാനമില്ല എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ് അങ്ങയുടെ ചാനലുകളോടുള്ള പ്രതികരണം. കേരള ഗവൺമെൻറ് KM ഷാജി മന്ത്രി ശ്രദ്ധിക്കേണ്ടത് അടിയന്തരമായി പരിശീലനം നൽകണം ഇവർക്കെല്ലാം. കാരണം ചട്ടവിരുദ്ധമായ 2 കാര്യങ്ങൾ മേയർ പറഞ്ഞു. ഒന്ന്, മേയർ കേരള മുനിസിപ്പൽ, 2ാമത്തെ പ്രാവശ്യമാണ് അദ്ദേഹം കൗൺസിലർ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അജ്ഞത നമുക്ക് പൊറുക്കാവുന്നതല്ല. കേരള മുനിസിപ്പൽ ആക്ട് 1994 അനുസരിച്ച് നഗരസഭയുടെ ഉത്തരവാദിത്വങ്ങൾ എന്തെന്ന് ബഹുമാനപ്പെട്ട മേയറും തിരുവനന്തപുരം നഗരസഭയിലെ അംഗങ്ങളും ഒന്ന് പഠിക്കേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഭരണകക്ഷിക്കാർ, കാരണം അവരാണല്ലോ ഇതിൻ്റെ നടത്തിപ്പുകാർ. കുടിവെള്ള വിതരണം സമ്പൂർണ്ണമായി കേരള മുനിസിപ്പാലിറ്റി ടാക്സിൻ്റെ സെക്ഷൻ 315B വരുന്നത്. പക്ഷേ കേരള വാട്ടർ അതോറിറ്റിയാണ് കേരളത്തിൽ വെള്ളം കൊടുക്കുന്നത്, തിരുവനന്തപുരത്തും. എന്നാൽ അതിൻ്റെ കുടിവെള്ളത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാവാൻ കഴിയില്ല. ഭരണഘടനാ ഭേദഗതി പ്രകാരം 73-74 ഭരണഘടനാ ഭേദഗതി പ്രകാരം എഴുതി വച്ചിരിക്കുന്ന പുസ്തകത്തിലും എഴുതി വച്ചിട്ടുണ്ട്. അത് പിന്നെ കുടിവെള്ള വിതരണവും അത് ഉറപ്പാക്കലും നഗരസഭയുടെ പണിയാണ്. പോട്ടെ, ഇനി കുടിവെള്ളം മുടങ്ങി, അത് പോട്ടെ, വാട്ടർ അതോറിറ്റി ആണെന്ന് വയ്ക്കാം. 2ാമത്തെ കാര്യത്തിൽ അങ്ങ് പറഞ്ഞത് തികച്ചും അജ്ഞതയാണ്. അതായത് മാലിന്യ സംസ്കരണം പഞ്ചായത്ത് വകുപ്പിൻ്റെതാണ്, പഞ്ചായത്ത് വകുപ്പിലെ സംവിധാനമാണ്. പിന്നെ കോർപ്പറേഷനും പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ഒക്കെ പഞ്ചായത്ത് വകുപ്പിലെ സംവിധാനമാണ്, ജനപ്രതിനിധി സഭകളാണ്. അതുകൊണ്ട് തന്നെ മാലിന്യ സംസ്കരണത്തിൽ നിന്ന് അങ്ങേക്ക് ഒഴിവാകാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു 94 മുനിസിപ്പൽ ആക്ട് പോലെ മാലിന്യ സംസ്കരണത്തിലെ 326, 340 സെക്ഷനുകൾ അങ്ങെടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും. ഖരമാലിന്യങ്ങൾ ശേഖരിക്കാനും അവ നീക്കം ചെയ്യാനും സംസ്കരണമുള്ള സമ്പൂർണ്ണ അധികാരം നഗരസഭയ്ക്കുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും സന്നാഹങ്ങൾ, ഹരിതകർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും ഇത്രയും സന്നാഹങ്ങൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. സംസ്കരണം, മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രാഥമികവുമായ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. അല്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ 9 വകുപ്പിൻ്റെ കഥ പറഞ്ഞാൽ, റോഡിൽ കിടക്കുന്ന മാലിന്യം നിങ്ങൾക്ക് വാരാൻ പറ്റില്ല. അത് നാഷണൽ അതോറിറ്റിക്ക്, ഹൈവേ അതോറിറ്റിക്ക് ഉള്ളതാണ്. സ്റ്റേറ്റ് ഹൈവേ കിടക്കുന്നത് നിങ്ങൾക്ക് വരാൻ പറ്റില്ല. അത് സ്റ്റേറ്റ് ഹൈവേ, സ്റ്റേറ്റ് പൊതുമരാമത്ത് വകുപ്പിനുള്ളതാണ്. പിന്നെ സ്വകാര്യ വഴികളിൽ കിടക്കണം നിങ്ങൾക്ക് വരാൻ പറ്റില്ല. ആകെപ്പാടെ കോർപ്പറേഷൻ്റെ റോഡിൽ കിടക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റുള്ളൂ. വേറെ ഒരെണ്ണം നിങ്ങൾക്ക് തൊടാൻ പറ്റില്ല, കാരണം അതെല്ലാം വകുപ്പുകളുടേതാണ്. അങ്ങനെ അല്ലല്ലോ മേയർ സാറേ. അതുപോലെ നദികളിലും തോടുകളിലും, ആമഴിഞ്ഞ തോടുകളിലും പിന്നെ അതുപോലെ തന്നെ പാർവതി പുത്തനാറിനെയും അവകാശത്തെ സംബന്ധിച്ച് അങ്ങ് പറയുമ്പോൾ അങ്ങയുടെ അവകാശത്തെക്കുറിച്ച് അങ്ങ് മറന്നുപോയി എന്നുള്ളതാണ്. ആ ലാൻഡ്, അത് നിൽക്കുന്ന നദി ഒഴുകുന്ന ലാൻഡ് റവന്യൂ വകുപ്പിനുള്ളതാണ്. നദിയിലെ വെള്ളം ഇറിഗേഷൻ വകുപ്പിനുള്ളതാണ്. നദിയിലെ മാലിന്യം നിങ്ങൾക്കുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായ മാലിന്യ സംസ്കരണം നടത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ല. ഈസ്റ്റ് പോർട്ടിൽ വെള്ളം പൊങ്ങിയതിനു ശേഷം ചില ആളുകൾ വന്ന് ഓടകൾ കുത്തി തുറന്ന് മാലിന്യം എടുത്ത് കളഞ്ഞപ്പോൾ, പ്ലാസ്റ്റിക് കവർ എടുത്ത് കളഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് വെള്ളം പോയത് കണ്ടല്ലോ. ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിൽ വന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഔചിത്യ ബോധത്തോടു കൂടി വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ, ഇതറിയാവുന്ന ആധുനിക കാലഘട്ടത്തിലെ പിള്ളേർ ജിപാറ്റിലും അതുപോലെ തന്നെ ഗൂഗിളിലും, പിന്നെ ഗൂഗിൾ അമ്മച്ചിയോടും ജിപാറ്റ് അങ്കിളിനോടും ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇതാരുടെ ഉത്തരവാദിത്വമാണെന്ന്. പഴയ കാലമല്ല, മുനിസിപ്പൽ ചട്ടം വായിച്ചിട്ടല്ല ആളുകൾ ഇരിക്കുന്നത്. പക്ഷെ അവർ ഒറ്റ ക്ലിക്കിൽ അവർക്ക് വിവരം കിട്ടും. സെക്ഷൻ 326 അങ്ങൊന്ന് വായിക്കുന്നത് നന്നായിരിക്കും. മാലിന്യം നീക്കം ചെയ്യുന്നതിന് മുനിസിപ്പാലിറ്റി ഏർപ്പാട് ചെയ്യണമെന്ന് നിയമം വളരെ കൃത്യമായി അനുശാസിക്കുന്നു.
തെരുവുകൾ എല്ലാ ദിവസവും തൂത്തുവാരണം. ഇത് അതിനകത്തുള്ളതാണ്. ചപ്പ് ചവറുകൾ നീക്കം ചെയ്യണം. സ്വകാര്യ പരിസരങ്ങളിൽ നിന്നുള്ള മാലിന്യങ്ങളും മൃഗ അവശിഷ്ടങ്ങളും ദിവസേന നീക്കം ചെയ്യുന്നതും നഗരസഭയുടെ പ്രാഥമിക ചുമതലയാണ്. ഖരാവസ്ഥയിലുള്ള വിസർജ്യ വസ്തുക്കൾ നീക്കം ചെയ്യുന്നതിനും കുപ്പത്തൊട്ടിയിലും സ്വകാര്യത്തിൽ നിന്നും ചവർ നീക്കം ചെയ്യുന്നതിനും മതിയായി ഏർപ്പാട് ചെയ്യേണ്ടതാണെന്നും കേരള മുനിസിപ്പാലിറ്റി ചട്ടം പറയുന്നു. അതിനുള്ള സംവിധാനമാണ് കോർപ്പറേഷൻ. കുടിവെള്ള വിതരണത്തിന്റെ മുനിസിപ്പാലിറ്റി ആക്ടിൽ സെക്ഷൻ 315B കുടിവെള്ളത്തെക്കുറിച്ച് വിവരിച്ചിരിക്കുന്നുണ്ട്. ജലവിതരണവും അഴുക്ക് ജാലം സംബന്ധിച്ച് പദ്ധതികൾ തയ്യാറാക്കുന്നതിനും കോർപ്പറേഷന് വകുപ്പുകൾ എടുക്കാം. അങ്ങനെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ കുടിവെള്ള വിതരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. മുനിസിപ്പൽ പ്രദേശത്തിന് ശുദ്ധജല വിതരണ പദ്ധതി, അഴുക്കുജാൽ പദ്ധതി തയ്യാറാക്കുന്നതിനും നടപ്പിലാക്കുന്നതിനും അതത് മുനിസിപ്പാലിറ്റികൾക്ക് അധികാരവും ഉണ്ടായിരിക്കും. തെരുവിളക്കളുടെ കാര്യം പറയുന്നത് സെക്ഷൻ 316 അതിലുമുണ്ട് പ്രശ്നം സാറേ. നിങ്ങൾ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കുക. ഈ ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്യാനും ഓടി നടന്ന് മൈക്കിൻ്റെ അടുത്ത് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇരുന്ന് ഗ്രഹപാഠം ചെയ്യുക, നല്ല പരിശീലനങ്ങൾ നേടുക, കൂടെ ഉള്ളവർക്ക് വലിയ പരിശീലനം കൊടുക്കുക. സെക്ഷൻ 316 അനുസരിച്ച് പൊതു തെരുവുവിളക്കുകളിൽ വിളക്ക് കത്തികൾ ഏർപ്പാട് മുനിസിപ്പാലിറ്റി ചെയ്യേണ്ടതാണ്. മുനിസിപ്പാലിറ്റി ഭൂപ്രദേശത്തിന്റെ പൊതു തെരുവുവിളക്കുകൾ വിളക്ക് വയ്ക്കേണ്ടതും ആവശ്യമാണെന്ന് തോന്നുന്ന പണികൾ ഏർപ്പാട് ചെയ്യാനും തെരുവ് നായയെക്കുറിച്ചുള്ള കാര്യം 438 പറയുന്നു. 23 കേന്ദ്ര മൃഗസംരക്ഷണ ചട്ടങ്ങൾ പ്രകാരം പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് എന്നിവ വഴി തെരുവ് നായ്ക്കളുടെ ശല്യം ഇല്ലാതാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്, കോർപ്പറേഷനാണ്. കേരള മുനിസിപ്പൽ ആക്ട് 438 പറയുന്ന പ്രകാരം അലഞ്ഞു തിരിയുന്ന പന്നികളെയും പട്ടികളെയും പിടിക്കാനുള്ള അധികാരം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ മുനിസിപ്പൽ സെക്രട്ടറിക്ക് വലിയ അധികാരമാണ് ഉള്ളത്. അതിലേക്ക് തുനിയുന്നതെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇങ്ങനെ ഇത്രയധികം അധികാരങ്ങളുള്ള, ഭരണഘടനാപരമായ അധികാരങ്ങളുള്ള, കേരള മുനിസിപ്പൽ ചട്ടം അനുസരിച്ച് അധികാരമുള്ള നിങ്ങളുടെ മാലിന്യങ്ങൾ നിങ്ങൾ വാരിക്കളഞ്ഞാൽ മാത്രമേ, അത് ഉറവിട മാലിന്യ സംസ്കരണം വേണോ, പ്ലാന്റ് വേണോ, ഇൻഡോർ മാതൃക വേണോ, ബയോഗ്യാസ് പ്ലാന്റ് വേണോ, മാലിന്യത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കണം, അതെല്ലാം നിങ്ങളെ കുറേ ടെക്നിക്കൽ എക്സ്പേർട്ടുകൾ ഉണ്ടെന്നല്ലേ പറഞ്ഞു. അവരെ വിളിച്ച് സംസാരിച്ചോളൂ, അവർ പറയട്ടെ. വലിയ ടെക്നിക്കൽ എക്സ്പെർട്ടുകളാണ്. കഴിഞ്ഞ 50 വർഷമായിട്ട് ഈ ടെക്നിക്കൽ എക്സ്പെർട്ടുകൾ കേരളത്തിൽ കിടന്ന് മറിയുകയാണ്. പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിൽ. ഈ തിരുവനന്തപുരത്ത് മാലിന്യ സംസ്കരണത്തിലോ തിരുവനന്തപുരത്തെ പ്രളയത്തിലോ ഒന്നും സംഭവിച്ചില്ല. ഇതേ സാങ്കേതിക വിദഗ്ധർ തന്നെയാണ് കിടന്ന് മറിയുന്നത് കുറച്ച് കാലമായിട്ട്. അപ്പോൾ അതുകൊണ്ട് സാങ്കേതിക വിദഗ്ധരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ എഴുതി കൊടുക്കണം, ചിലപ്പോൾ നടപ്പിലാക്കൂലായിരിക്കും. അതുകൊണ്ട് സാങ്കേതിക വിദഗ്ധരെ ഞാനൊന്നും പറയുന്നില്ല. പക്ഷേ മേയർ കൃത്യമായി ഒരു ഹോംവർക്ക് ചെയ്യണം. നിങ്ങളാണ് അധികാരി, നിങ്ങളിലാണ് അധികാരം ഇരിക്കുന്നത്. മാലിന്യ സംസ്കരണം മര്യാദയ്ക്ക് നടന്നാൽ പകുതിയിലധികം പ്രശ്നം ഫ്ലഡിന്റെ കാര്യത്തിൽ തീരും. കാരണം വെള്ളം നല്ല മഴ പെയ്തൊന്ന് പൊങ്ങിക്കഴിയുമ്പോൾ ഈ മാലിന്യമെല്ലാം കൂടി വെള്ളത്തെ തടസ്സപ്പെടുത്തുമ്പോൾ 2 മിനിറ്റ് വെള്ളം മഴ അല്ല അരമണിക്കൂർ മഴ തുറന്നു വയ്ക്കുമ്പോൾ അതിന്റെ പ്രഷർ കുറയുകയും മാലിന്യത്തിന്റെ ഇടയിൽ കൂടെ അത് കയറിപ്പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓടകൾ നോക്കിയാൽ, റോഡ് നോക്കിയാൽ ടൺ കണക്കിന് മാലിന്യം അവിടെ കാണാം. അതുകൊണ്ട് സോറി ടു സേ മേയർ കൂടുതൽ ഗ്രഹപാഠം ചെയ്യുക, ബാക്കിയെല്ലാം താനെ ശരിയായിക്കോളും.